അപ്പൊ ഇന്നത്തെ കടങ്കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലം, ആ സ്ഥലത്തായിട്ട് നമ്മൾ 100 പേരായിട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ 101 പേരാവും. 150 പേരായിട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ 151 പേരാവും. 200 പേരായിട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ 201 പേരാവും. ഏതാണ് ഈ സ്ഥലം? കണക്ക് പുസ്തകം. ഒരു സ്ഥലമാണ്, മനുഷ്യന്മാർ സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലായിടത്തും ഉണ്ട്. രാജ്യത്തിന്റെ പേരൊന്നുമല്ല. കാൽക്കുലേറ്റർ ഒന്നുമല്ല. സ്ഥലത്തിന്റെ പേര്, അതായത് ജില്ലകളുടെ പേര്. ഡാഡി എന്താണ് പേര് പറഞ്ഞ്? ഇവിടെ വൈഫിന്റെ ജെനിഫറിന്റെ ഡാഡി വന്നിട്ടുണ്ട്. ഡാഡി അപ്പുറത്തുണ്ട്. ഡാഡി എന്താ ഉത്തരം പറഞ്ഞ? എന്താ ഡാഡി പറഞ്ഞ? ഹോസ്പിറ്റലാ. ഡാഡി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന ഒരാളെ എന്തിനാ കൂടെ കൊണ്ടുവരുന്നത്? ഡാഡി വാങ്ങ വീഡിയോയിൽ വന്നിരുന്നോ? ആ ഓക്കെ. നിനക്ക് പറയാൻ പറ്റുമോ? ക്ലൂവാ ഇത്? എല്ലാവരെയും കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ നമ്മുടെ ജീവിതത്തിലെ കാര്യമാണ്, കുടുംബത്തിലെ കാര്യമാണ്. അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലാട്ടോ. അപ്പൊ ഇതറിയാൻ പാടില്ല. ഓക്കെ, അടുത്തത്. ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ കൊണ്ട് ഇപ്പം നമ്മൾ സുന്ദരനായിട്ടിരിക്കണല്ലേ, സുന്ദരിയും സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട് അല്ലേ? ജീവിതകാലം മുഴുവൻ നമ്മളെ സുന്ദരനെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കുളിക്കണം. കുളിച്ചാൽ റൈറ്റ് ആൻസർ. നീ മറ്റു പറക്കുന്നളിയില് അഡിസ്ട്രേഷൻ ആലോചിച്ചല്ലേ? അപ്പൊ ഫ്രണ്ട്സ്, ഇപ്പൊ ഇതിന്റെ ഉത്തരം അവർ പറഞ്ഞിരിക്കുകയാണ്. സുന്ദരാന്നൊരു പേരിട്ടാൽ മതി. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കുക. ഉത്തരം എന്ന് പറയില്ല. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മളെവിടെ പോയാലും 100 പേരായിട്ട് വേണമെങ്കിൽ 150 പേരായിട്ട് തിരിച്ചു വരും. എവിടെ? ഓക്കെ, ബൈ ബൈ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉത്തരം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.